വിഷ്ണുവിന്റെ കയ്യിലോ? എന്താ നോട്ടില്ലാത്ത? മറന്നുപോയോ? ഇവരെന്താ ചെയ്യണ്ടേ? ബാക്കിയുള്ളവർ പറ. പുറത്താക്കി ഇവൻ അവിടെ പോയി അറ്റ്ലീസ്റ്റ് ക്ലാസ് കയറ്റുകയും ചെയ്തു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്ത് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഡെസിമൽ വാല്യൂസ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടോപ്പിക് ആയിരുന്നു. ഓക്കെ, നമ്മളപ്പോ ഡെസിമൽ വാല്യൂസ് എന്താണെന്ന് ഇങ്ങനെ മെല്ലെ 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 പഠിച്ചു വരുമായിരുന്നു. അതിന് ഡെപ്തിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, എന്ത് എന്റെ ക്ലാസ്സിൽ ജിലിജിലായിട്ടിരിക്കണം, അതാ എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? അല്ല വിഷ്ണു? ഓക്കെ, അപ്പോ ഡെസിമൽ വാല്യൂസ് ടോപ്പിക് നമ്മൾ തുടങ്ങി. അഥവാ ദശാംശ രൂപങ്ങൾ മലയാളത്തിൽ പഠിക്കും. പണ്ട് മലയാളം എടുത്ത് പഠിച്ചൊരു കാണുന്നതിലൂടെ ഇല്ലേ? ഇല്ലേ, മലയാളം എടുത്ത് പഠിച്ചതിന് നോക്കൂ. അപ്പൊ നിങ്ങള് മേ ബി ദശാംശങ്ങളായിരിക്കും ഇതിനെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഡെസിമൽ വാല്യൂസ് അഥവാ ദശാംശം. അപ്പോ ദശാംശങ്ങൾ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂസിന്റെ പ്ലേസ് വാല്യൂസിന്റെ ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എന്താണ്? എന്താണ് പ്ലേസ് വാല്യൂസ്? എന്താണ് പ്ലേസ് വാല്യൂസ്? ചില മാറ്റർ പഠിച്ചിട്ടില്ലേ? എന്താ എന്താ don't repeat, okay? Okay, അപ്പോൾ ഡെസിമൽ വാല്യൂസിന്റെ പ്ലേസ് വാല്യൂ. അപ്പോൾ പ്ലേസ് വാല്യൂ എന്താണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, പഠിച്ചില്ല എന്ന് പറയുന്നത്. ഞാൻ നമ്പർ ഇടട്ടെ, 24. ഇതിനകത്തെ 2 എന്ന് പറയുന്ന പ്ലേസ് വാല്യൂ എന്താണ്? ടെൻസ് അല്ലേ? അല്ലേ? 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻസ്. അങ്ങനെയാണെങ്കിൽ 4 എന്താണ്? 4 എന്താണ്? വൺസ്. ഒരെണ്ണം ചോദിക്കാം, 248. ആരോട് ചോദിക്കാം? ആ ലാസ്റ്റ് ഒരു സെക്കൻഡ് ഇരിക്കുന്നവരോട് പറയാം. എന്താ പേര്? നമ്മളുടെ എന്താണ് പേര്? എന്താണ്? ശ്രുത. നല്ല പേര്. ഓക്കെ, 248. ഇതിനകത്ത് 2 എന്ന് പറയുന്ന വാല്യൂവിന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 100 ആണോ? ഉറപ്പാണോ? ഡൗട്ട് ഉണ്ടോ? എന്നാലും ചെറുതായിട്ട് ഉറപ്പല്ലേ? ഓക്കെ, ഇതിന്റെ വാല്യൂ എന്താണ്? 100. ഓക്കെ, അങ്ങനെയാണ് അതിൽ പറഞ്ഞ 4 ന്റെ വാല്യൂ എന്തായിരിക്കും? എന്താണ്? ടെൻസ്. അങ്ങനെയാണെങ്കിൽ ജിഷ്ണു പറഞ്ഞ 8 ന്റെ വാല്യൂ എന്താണ്? എന്താണ്? ഓക്കെ, കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ കൂടുതലാണ്, 3 4 8 6. 3.6. ഇതിനകത്തെ 3 ന്റെ വാല്യൂ എത്രയും പറയൂ? 1000. എത്രയാണ്? 1000. കറക്റ്റ് ആൻസർ. ഇരിക്കൂ. ബാക്കിയുള്ള ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അറിയത്തില്ലേ? സിമ്പിൾ. എത്രയാണ്? എത്രയാണ്? എനർജി പോയല്ലോ. 8 എത്രയാണ്? 8 എത്രയാണ്? 10. അങ്ങനെ 6 എത്രയായിരിക്കും? 1. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രീക്വൻസിയിലാക്കാനുള്ള കാര്യങ്ങൾ അത്യാവശ്യം നല്ല ബോധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെസിമൽ വാല്യൂസിന്റെ പ്ലേസ് വാല്യൂവിലേക്ക് പോയാലോ? നോക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓ, അങ്ങനെയാണ്. ഞാൻ ഡെസിമൽ വാല്യൂ, ഡെസിമൽ എന്താണെന്ന് കഴിഞ്ഞ പഠിച്ചതാണ്. 3.4. ഇവിടെ 3 ന്റെ വാല്യൂ എത്രയാണ്? 3 ന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ ഒരു പോയിന്റ് വന്നല്ലേ? പോയിന്റ് വന്നാൽ എന്താണ് സംഭവിക്കുക? അറിയില്ലേ? അറിയില്ല? എനിക്ക് പഠിച്ചു കേട്ടോ. ഓക്കെ, 3.4 എഴുതി. ഈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിന് ശേഷമുള്ള വാല്യൂവിന്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് 1ന് താഴെയാണോ 1ന് മേലെയാണോ? 1ന് താഴെയല്ലേ? അല്ലേ? എല്ലാവർക്കും അത് അറിയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ വൺസ് പറഞ്ഞാൽ പറ്റുമോ മക്കളെ? പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ പുതിയൊരു ടേം തരാൻ പോവുകയാണ്. പുതിയൊരു ടേം തരാൻ പോവാണ്. നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? 25/10 is equal to മക്കളെ 25/10 എത്രയാണ്? 2.5. ഇവിടെ നമ്മൾ എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്? ടെൻസ് വെച്ചിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ടെൻസ് വിളിക്കാൻ പറ്റുമോ? ഇതിനെ ടെൻസ് വിളിക്കാൻ പറ്റുമോ? ഡിവൈഡ് പറ്റുന്നല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ടെൻസ് വിളിക്കുന്നവരെ ചെറുതായിട്ട് മാറ്റി വെച്ചിവിടെ ഞാൻ 10 ഞാൻ എഴുതി. അതിന്റെ കോണത്തിൽ ഒരു എസ് ഞാൻ ഇവിടെ പഴയ പോലെ ഇട്ടിട്ട് അല്ലേ? നടുക്ക് ഞാനൊരു TH കൊടുക്കണം. അപ്പൊ എന്ത് വായിക്കും? എന്ത് വായിക്കും? ടെൻസ് വായിക്കും. ടെൻസ് അല്ല? എല്ലാരും ഉറക്കെ പറഞ്ഞേ. ടെൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
5 6 താഴെ പറയുന്നത് നിങ്ങൾ രണ്ടുപേര് ഒരു ഗ്രൂപ്പായിട്ട് നോട്ട് ഒന്ന് എഴുതുക. വേഗം വേഗം വേഗം. ഇവിടെ എന്താ മടി ബുക്ക് എടുക്കാം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ. വേഗം ചെയ്യേ.